നമസ്കാരം. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് ഒരു വീട്ടമ്മ മരിച്ച സംഭവത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ കോളിളക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷ കക്ഷികൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ രാജിയും ആവശ്യപ്പെട്ടുകൊണ്ട് നെടുനീള പ്രകടനങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് നാം കണ്ടുവരുന്നത്. ഈ അവസരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി നാട്ടിലുണ്ടായ കോലാഹലങ്ങളെ തുടർന്ന് ഒരുപക്ഷെ അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ അവർ 2 ദിവസം ആശുപത്രിയിൽ തന്നെയായിരുന്നു. പിന്നീട് അവർ കൊല്ലപ്പെട്ട ബിന്ദുവിന്റെ വീട് സന്ദർശിക്കുന്ന കാഴ്ചയും നാം കണ്ടതാണ്. എന്നാൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ പലരും വീണ ജോർജിന് പിന്തുണയറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖമായ പിന്തുണയാണ് പി ദിവ്യയുടെ. മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യയെ പ്രേക്ഷകർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. കണ്ണൂരിലെ സാരിയുടുത്ത പിണറായി എന്നാണ് പി ദിവ്യയെ ഏവരും അറിയപ്പെടുന്നത്. അതിലുപരി കറകളഞ്ഞ ഉദ്യോഗസ്ഥൻ എന്ന് പിണറായി വിജയൻ വരെ വിശേഷിപ്പിച്ചിരുന്ന കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദുരൂഹ മരണത്തിൽ പങ്കുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുകയോ ചെയ്യുന്ന പി ദിവ്യയാണ് ഇപ്പോൾ വീണ ജോർജിന് പിന്തുണയുമായി FP കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വീണ ജോർജ് ഒരു മന്ത്രിയായതിന്റെ പേരിൽ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന സ്ത്രീകളെ വിമർശിക്കുക എന്നുള്ളത് പ്രതിപക്ഷ കക്ഷികളുടെ ഒരു വലിയ വിനോദ പരിപാടി തന്നെയായി മാറിയിരിക്കുന്നു. മരണം ആഘോഷിക്കുന്ന പ്രതിപക്ഷ കക്ഷികൾ വീണ ജോർജിനെതിരെ ഇത്തരത്തിൽ കുരച്ച് ചാടുമ്പോൾ അത് ആനയെ കാണുമ്പോൾ പട്ടികൾ കുരയ്ക്കുന്നതിന് തുല്യം മാത്രമാണ് എന്നാണ് പി ദിവ്യ തന്റെ FB കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ ആയതിന്റെ പേരിൽ ഇവരെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടു നിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ എന്ന രീതിയിൽ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തക എന്ന രീതിയിൽ വീണ ജോർജിന് താൻ പരിപൂർണ പിന്തുണ നൽകുന്നു എന്നാണ് പി ദിവ്യയുടെ FB കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ത്രീ ആയതിന്റെ പേരിലാണ് അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് പിന്തുണ നൽകുന്നത് എന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ വിലാപവും ആത്മനൊമ്പരവും താൻ തിരിച്ചറിയുന്നു എന്ന് പി ദിവ്യ പറയുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് വടകരയിൽ ഒഞ്ചിയത്ത് ഒരു നേതാവിനെ 58 വെട്ടുവെട്ടി കൊന്നിട്ടുണ്ടായിരുന്നു. CPM എന്ന മാതൃസംഘടനയിൽ നിന്നും അതിന്റെ ആദർശപരമായ നയവൈകല്യങ്ങളിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാരണവശാലും യോജിച്ചു പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി RMP എന്ന പുതിയ പാർട്ടി ഉണ്ടാക്കി പുറത്തുപോയ TP ചന്ദ്രശേഖരനെ CPMന്റെ അനുഭാവികളും CPMന്റെ വാടക കൊലയാളികളും ചേർന്ന് 58 വെട്ടുവെട്ടിയാണ് കൊന്നത് എന്ന് കോടതി വരെ നിരീക്ഷിക്കുകയും ചെയ്തു. അന്ന് TP ചന്ദ്രശേഖരന്റെ വിധവയായ KK രമ MLA മാറത്തടിച്ച് കരഞ്ഞ വിലാപങ്ങൾ ഒന്നും പി ദിവ്യയുടെ കാതിൽ പതിഞ്ഞില്ലേ എന്നാണ് ജനം ഇപ്പോൾ ചോദിക്കുന്നത്. ഇന്നിപ്പോൾ വീണ ജോർജ് ഒരു മന്ത്രിയായതിന്റെ പേരിൽ അവരുടെ ദയനീയ വിലാപം തനിക്ക് മനസ്സിലാകുന്നു എന്ന് FB കുറിപ്പിട്ട പി ദിവ്യയോട് ചോദിക്കുന്നു. കണ്ണൂരിൽ തന്നെ വടകര ഉഞ്ചിയത്തുള്ള TP ചന്ദ്രശേഖരന്റെ വിധവയായ KK രമയുടെ നിലവിളി കേൾക്കാൻ അന്ന് പി ദിവ്യയ്ക്ക് കാതുണ്ടായിരുന്നില്ലേ? TP ചന്ദ്രശേഖരന്റെ മാതാവായ ടീച്ചറുടെ കരച്ചിൽ കേൾക്കാൻ പി ദിവ്യയ്ക്ക് കാതുണ്ടായിരുന്നില്ലേ? എന്തിന് പി ദിവ്യയുടെ അനവസരത്തിലുള്ള അനുചിതമായ പ്രവൃത്തി മൂലം മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന അദ്ദേഹത്തെ കൊന്നതാണോ എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ആത്മഹത്യയാണ് എന്ന രീതിയിലാണ് പി ദിവ്യയുടെ സർക്കാർ ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണത്തെ കണ്ടെത്തിയിരിക്കുന്നത്. അതെന്ത് തന്നെയായാലും പി ദിവ്യയുടെ അനവസരത്തിലുള്ള ഇടപെടൽ തന്നെയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ കലാശിച്ചത്. നവീൻ ബാബുവിന്റെ 2 പെൺമക്കളുടെയും വിധവ മഞ്ജുഷയുടെയും കരച്ചിൽ കേൾക്കാൻ പി ദിവ്യയ്ക്ക് ഇപ്പോഴും കാതില്ലേ? ആ കരച്ചിലെല്ലാം പി ദിവ്യയുടെ ബധിരകരണത്തിലാണോ വന്നു വീണത് എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്. പി ദിവ്യ വീണ ജോർജിനെ പിന്തുണച്ചുകൊണ്ട് എഴുതിയ പോസ്റ്റ് കാണുമ്പോൾ ഇത് തന്നെയാണ് കേരളീയ പൊതുസമൂഹം ചോദിക്കുന്നത്. അപ്പോൾ തങ്ങളുടെ പാർട്ടിക്കാരായ ഇടതുപക്ഷക്കാരായ സ്ത്രീകളുടെ മാത്രം കരച്ചിൽ കേൾക്കുകയും പി ദിവ്യയും പി ദിവ്യയുടെ അനുചര വൃന്ദങ്ങളും കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങളിൽ മനംനൊന്ത് ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകളുടെ പെൺമക്കളോ അല്ലെങ്കിൽ ഭാര്യമാരോ അഥവാ അമ്മമാരോ എല്ലാം കരയുന്ന കരച്ചിൽ കാണുവാനോ കേൾക്കുവാനോ പി ദിവ്യയ്ക്ക് കണ്ണും കാതുമില്ലേ എന്ന് തന്നെയാണ് സാക്ഷര കേരളം ഇപ്പോൾ ചോദിക്കുന്നത്. കോട്ടയത്ത് 68 വർഷം പഴക്കമുള്ള കെട്ടിടം തകർന്നു വീണപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന രീതിയിൽ വീണ ജോർജിന് അവിടെ അപജയം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രി കെട്ടിടം ഉന്തി മറിച്ചിട്ടതല്ല. എന്നാൽ ഇത്തരത്തിൽ ബലക്ഷയമുള്ള ഒരു ആശുപത്രി കെട്ടിടം നിലനിൽക്കുമ്പോൾ ആ കെട്ടിടത്തിനകത്ത് വാർഡുകൾ പ്രവർത്തിക്കുന്നു. ആ കെട്ടിടം അവിടെ കൂട്ടിരിപ്പിനെത്തുന്ന രോഗികളുടെ ബന്ധുക്കൾ അവർ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ തീർത്തും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അലംഭാവം ഉണ്ടായിരിക്കുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജിന് കുറ്റകരമായ അനാസ്ഥ ആ വിഷയത്തിൽ പറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഇത് സ്ത്രീ ആയതിന്റെ പേരിലാണ് അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്ന് പി ദിവ്യ പറയുമ്പോൾ പി ദിവ്യ രാഷ്ട്രീയം മാത്രം സംസാരിക്കുന്നു, മനുഷ്യത്വത്തെ മറന്ന് സംസാരിക്കുന്നു എന്ന് തന്നെയാണ് കേരളത്തിൽ ജനങ്ങൾ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. സ്ത്രീകൾ അധികാരത്തിൽ വരുന്നത് കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ കുറിച്ചു ചാടുന്നത് എന്ന് പി ദിവ്യ പറയുമ്പോൾ പിണറായി വിജയൻ അടക്കം 21 മന്ത്രിമാരെ ഇനി വനിതാ സംവരണം നൽകി എല്ലാവരും വനിതകൾ തന്നെ ആകട്ടെ എന്ന് പി ദിവ്യയ്ക്ക് നിശ്ചയിക്കുവാനോ പി ദിവ്യയുടെ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുവാനോ തയ്യാറുണ്ടോ എന്ന് തന്നെയാണ് പൊതുസമൂഹം ചോദിക്കുന്നത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പൊങ്കാലയിടുന്നത്. നല്ല പ്രവർത്തനങ്ങൾ ആര് കാഴ്ചവെച്ചാലും അവരെ അംഗീകരിക്കുവാൻ ജനത്തിന് മനസ്സുണ്ട്. കോവിഡും നിപ്പയും പടർന്നു പിടിച്ച കാലത്ത്
കെ ശൈലജ എന്നൊരു ആരോഗ്യവകുപ്പ് മന്ത്രിയെക്കുറിച്ച് കേരളം വാനോളം പുകഴ്ത്തുന്നുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു കെ ശൈലജയുടേത് എന്ന് ജനം വിലയിരുത്തുന്നു. അവരെ ഒരു കാരണവശാലും ജനം അത്തരത്തിൽ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടില്ല. പിന്നീട് PP കിറ്റ് നൽകുന്നതുമായ വിവാദവുമായി ബന്ധപ്പെട്ട് ശൈലജയുടെ പേര് വലിച്ചിഴക്കപ്പെട്ടെങ്കിലും സ്തുത്യർഹമായ രീതിയിൽ സേവനമനുഷ്ഠിച്ച ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു കെ ശൈലജ എന്ന് കേരളം തലകുലുക്കി സമ്മതിച്ചിട്ടുള്ളതാണ്. ഒരു സ്ത്രീയായതിന്റെ പേരിൽ കെ ശൈലജയെ ആരും അവിടെ വളഞ്ഞിട്ട് ആക്രമിക്കുകയുണ്ടായല്ലോ. അപ്പോൾ PP ദിവ്യ കണ്ടെത്തിയ കാരണങ്ങൾ അത്രയും PP ദിവ്യയെ തന്നെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഉപയോഗിച്ച വാക്കുകൾ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയെ സ്ഥാനഭ്രഷ്ടയാക്കിയത് അവർ ഒരു സ്ത്രീ ആയതിന്റെ പേരിലാണ് എന്നുള്ള വ്യംഗ്യാർത്ഥമാണ് പിണറായി വിജയൻ അടക്കമുള്ള CPM-ന്റെ നേതാക്കൾക്കെതിരെ PP ദിവ്യ ഈ FB കുറിപ്പിലൂടെ ഉന്നം വെച്ചത്. അല്ലാതെ വീണ ജോർജിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്ത് തന്നെയായാലും വീണ ജോർജിന് പിന്തുണ അറിയിച്ചുകൊണ്ട് PP ദിവ്യ എത്തുമ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ കരച്ചിൽ കാണാത്ത, TP ചന്ദ്രശേഖരന്റെ വിധവയായ KK രമയുടെ കണ്ണീര് കാണാത്ത, TP ചന്ദ്രശേഖരന്റെ അമ്മയുടെ കണ്ണീര് കാണാത്ത PP ദിവ്യയുടെ സ്ത്രീത്വത്തെക്കുറിച്ചുള്ള, സ്ത്രീയുടെ വിലാപത്തെക്കുറിച്ചുള്ള ഇത്തരം വിലാപങ്ങൾ ജനം പുച്ഛിച്ചു തള്ളുകയുള്ളൂ. അർഹിക്കുന്ന അവഗണനയോടുകൂടി പുച്ഛിച്ചു തള്ളും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നത്.